തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ നടക്കുന്ന KSU ദക്ഷിണ മേഖല ക്യാമ്പിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇതിലാണ് വലിയ ഡെക്കറേഷൻ വേണ്ടെന്നൊരു പ്രേക്ഷകൻ എന്നെ അറിയിച്ചത്. ഒരു KSU പ്രവർത്തകന് പരിക്കേറ്റു. മദ്യത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ വാക്കുതർക്കം മാത്രമാണ് നടന്നതെന്നാണ് KSU നേതൃത്വം വിശദീകരിക്കുന്നത്. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്. ഡെക്കറേഷൻ ഇല്ലാതെ പറയൂ. ഗുഡ് മോർണിംഗ്. നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ 2 ദിവസമായി KSUവിന്റെ തെക്കൻ മേഖല ക്യാമ്പ് നടക്കുകയാണ്. റീസർജൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിലാണ് ഇന്നലെ രാത്രി തമ്മിൽ തല്ലുണ്ടായത്. ഇന്നലെ രാത്രി ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു DJ സംഘടിപ്പിച്ചിരുന്നു. ഈ DJക്കിടെയായുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് വിവരം. അതേസമയം ഈ മൊബൈലിൽ ഉൾപ്പെടെ ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് ഉൾപ്പെടെ അപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ട് ഡിലീറ്റ് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു ഗ്രൂപ്പ് തർക്കമല്ല, മറിച്ച് ഈ ക്യാമ്പിനുള്ളിലേക്ക് മദ്യം എത്തിച്ചതുമായി ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള വിവരമുണ്ട്. പക്ഷേ ഈ മർദ്ദനമേറ്റവർ ഉൾപ്പെടെ ഈ മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയുകയും പോലീസിൽ പരാതി നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചെറിയ വാക്കുതർക്കം മാത്രമാണ് നടന്നത് എന്ന് ആണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് നെടുമങ്ങാട് KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനാണ് ആ നിലയിൽ തലയ്ക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിന്റെ പേരിൽ അതിനുള്ളിൽ തന്നെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ DCCയുടെ ചുമതലയുള്ള ഈ ക്യാമ്പിന് വേണ്ടി DCC ചുമതലപ്പെടുത്തിയ 4 പേരിൽ ചിലരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അതിന്റെ ഈ ക്യാമ്പിലേക്ക് മദ്യം എത്തിക്കാൻ മുൻകൈ എടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് KSUവിലെ ഒരു വിഭാഗം DCCക്ക് തന്നെ പരാതി നൽകാൻ ഉൾപ്പെടെ ഒരുങ്ങുന്നുണ്ട്. ആ പരാതികൾ ഉൾപ്പെടെ ഈ ക്യാമ്പ് ഇന്ന് സമാപിച്ചതിന് ശേഷം ആ പരാതികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.